ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എല്ലാ വീഡിയോസും ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, നല്ല ചൂടൊക്കെ അല്ലേ, ഇപ്പോൾ കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തിരുന്ന് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേസിക്കലി ഒരു ഔട്ട്ഡോർ വീഡിയോ ആണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ വർക്ക് എക്സ്പീരിയൻസ് ആൾക്കാർ പറയും വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് മൈ വർക്ക് എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ ഫുൾ ടൈമിൽ ഒരു കൊല്ലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, ഒരു കൊല്ലത്തിൻ്റെ മുകളിലായി. കഴിഞ്ഞ കൊല്ലം ഏപ്രിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് മോർ ദാൻ 1 year ആയി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസും പിന്നെ ജനറലി ജർമ്മനിയിലെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമല്ലോ ആൾക്കാർ. എന്താണ് ഈ വർക്ക് ലൈഫ് ബാലൻസ്? ജർമ്മനിയിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും ഈ വർക്ക് കൾച്ചർ അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ് എന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ആൻഡ് ഈ വീഡിയോ തുടങ്ങുന്ന മുമ്പ് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈയിടെയായിട്ട് ഞാൻ കുറേ കാണുന്നുണ്ട് ഈ യൂട്യൂബിലൊക്കെ പിള്ളേരിങ്ങനെ വീഡിയോ ഇടുന്നത്, വൈ ഐ ഡ്രോപ്ഡ് മൈ ജർമ്മനി പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ജർമ്മനിയിൽ മാർക്കറ്റ് എസ്പെഷ്യലി ഓട്ടോമോട്ടീവ് ഫീൽഡ് ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അത് ആരും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് നിങ്ങൾ വറീഡ് ആക്കണോ? നിങ്ങളിവിടെ മാസ്റ്റേഴ്സ് വന്ന് പഠിക്കുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം പൊതുവേ ഇപ്പോൾ ഇന്ത്യയിലും ജോലി കിട്ടുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു പാഷൻ ഉണ്ട് പുറത്ത് വന്ന് ജർമ്മനിയിൽ MS പഠിക്കണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ട്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ കുറേ ആൾക്കാർ പാസ് ഔട്ടായി. ഇപ്പം ഞാൻ റീസെൻ്റായി കേൾക്കുന്നുണ്ട് കുറേ പേർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൈഡും ഉണ്ട്, ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അത്രയും ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ട്. മാർക്കറ്റ് ഡൗൺ ആണ് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യണം. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ ജോലി നോക്കുകയാണെങ്കിലും ഈ കോമ്പറ്റീഷനും മാർക്കറ്റിൻ്റെ കുറച്ച് പരിപാടികളും കഷ്ടം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജർമ്മനിയിൽ MS പഠിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ വരണം. കാരണം ഇപ്പോൾ ജർമ്മനിയിലെ MS നോക്കുന്ന ആൾക്കാർ എനിക്ക് ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് ഒരു 3 കൊല്ലം, 3.5 കൊല്ലം, 4 കൊല്ലം, ഏകദേശം ഒരു 3.5, നിങ്ങൾ എല്ലാം കറക്റ്റ് ടൈമിൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ 3 കൊല്ലം ആവുമെന്ന് വിചാരിക്കുക. അടുത്ത 3 കൊല്ലത്തിൽ ഇവിടെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ വന്ന് ഒരു ജോലി കിട്ടുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു എയിം ആണെങ്കിൽ കൂടി, ദ ഹോൾ എക്സ്പീരിയൻസ് ഓഫ് കമ്മിങ് ഹിയർ, ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് 3 കൊല്ലം പഠിച്ച് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്ത് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് തന്നെ ഒരു വലിയ ലെസനാണ്. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടാവും, ഓ ബ്രോന് എന്താണ് ജോലിയായി എന്തും പറയാം. അങ്ങനെയല്ല. ഇതേ ഡൗട്ട് എനിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 4 വർഷം മുമ്പ് 5 വർഷം മുമ്പ് ഞാൻ കൺസൾട്ടൻസിയിൽ പോകുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ മാർക്കിന് ഒരിക്കലും ഇവിടെ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം മാർക്കറ്റ് കണ്ടീഷനൊന്നും മോശമൊന്നും ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ മാർക്കായിരുന്നു പ്രോബ്ലം. അഡ്മിഷൻ കിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ വന്ന് ചേർന്നപ്പോൾ സീനിയേഴ്സൊക്കെ പൊതുവേ പറഞ്ഞു, ജർമ്മൻ ഒരു C1 C2 അല്ലാതെ ഇവിടെ ഇൻറ്റേൺഷിപ്പ് കിട്ടണ ആലോചിക്കുകയേ വേണ്ടാന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഇൻറ്റേൺഷിപ്പും തീസൊക്കെ കഴിഞ്ഞ ടൈമിൽ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ ടൈമിൽ എല്ലാവരും പറഞ്ഞു, ഇൻറ്റേൺഷിപ്പ് സ്ഥലത്ത് തന്നെ തീസിസ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ തീസിസ് കിട്ടാമെന്ന്. തീസിസും കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മാർക്കറ്റ്. അപ്പം തുടങ്ങി ഏകദേശം എന്താ പറയുക, ഞാനിവിടെ പാസ് ഔട്ടാണ് ടൈം തൊട്ട് മാർക്കറ്റ് കണ്ടീഷൻ അത്ര കഴിഞ്ഞ ഒരു കൊല്ലമല്ലേ, അത്ര ഇതൊന്നും അല്ല. അപ്പോൾ ഞാൻ ഈ നറേറ്റീവ് എല്ലാം അങ്ങനെ വിശ്വസിച്ച് ബാക്ക് അടിച്ചിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഞാൻ ഇങ്ങനെ ഇന്ന് സംസാരിക്കില്ലായിരുന്നു ജോലി കിട്ടിയിട്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കറിയാം മാർക്കറ്റ് കണ്ടീഷൻ ഇതൊന്നും സത്യം അല്ലാതാവുന്നില്ല. പക്ഷേ വൈ യു ഷുഡ് സ്റ്റോപ്പ് ട്രൈയിങ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരന്മാരും ഇപ്പോൾ പാസ് ഔട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഓരോ ആൾക്കാരായിട്ട് ജോലി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജോലി ഒരു സമയത്ത് കിട്ടുന്നുണ്ട്, കുറേ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്ട്രഗിളിംഗ് എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെ ഒരു ഫേസിലും ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് പീക്ക് കണ്ടീഷനിൽ ഇരുന്ന സമയത്ത്
ആൾക്കാർ കഷ്ടപ്പെടും. ജോലി കിട്ടുക എന്ന് പറയുന്നത് കഷ്ടം തന്നെയാണ്. പഠിച്ചിറങ്ങിയത് അങ്ങനെ പോയിട്ട് നമുക്ക് ജോലി കിട്ടാനൊന്നും പോകുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ടൈം വരുമ്പോഴേ കിട്ടുള്ളൂ. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, ഒരു ഡ്രീമുണ്ട് പുറത്ത് വന്ന് പഠിക്കണം, ജർമ്മനിയിൽ വന്ന് പഠിക്കണം എന്നുള്ളത്. അത് നിങ്ങൾ ഒരിക്കലും വിടരുത്. ഇപ്പോഴും ഞാൻ പറഞ്ഞ അതാണ്, ജർമ്മനിക്ക് വരണമെന്ന് തോന്നിയ ആൾക്കാർ പ്ലീസ് കം ടു ജർമ്മനി. ദിസ് ഇസ് എൻ എക്സ്പീരിയൻസ്. ജർമ്മൻ പഠിച്ചിട്ട് ഇവിടെ വരിക, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ എത്തും. കാരണം ഇപ്പോൾ അവിടെ മാർക്കറ്റ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്യാണ്, പാർട്ട് ടൈം ഒന്നും കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഓൺലൈനിലൊരു നറേറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അതിൽ നമ്മൾ മുഴുകിയിട്ട് നമ്മൾ ചാൻസ് എടുക്കാതിരിക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ശ്രമിച്ച് ഇവിടെ വന്നിട്ട് ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തും. റാദർ ദാൻ എന്താ പറയുക, ഞാൻ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടുന്നില്ല, ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്മാറരുത്. സോ എനിക്കറിയാം ദിസ് ഔട്ട് ഓഫ് ടോപ്പിക്, ബട്ട് ഇത് ഞാൻ കുറേ കാണുന്നുണ്ട്. ലിങ്ക്ഡിനിലായാലും ഇതൊക്കെ തന്നെയാണ്. കോൾഡ് ഇമെയിൽസും HR റെസ്പോൺസും ഇതൊക്കെ എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയുടെ പീക്ക് സമയത്തും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടിയ ആൾക്കാർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏട്ടന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് ടൈം കിട്ടാനാണെങ്കിലും എല്ലാത്തിലും സ്ട്രഗിൾ ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളത് ട്രൈ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതാണ് സംഭവം. അതൊന്നും ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ജർമ്മനിയിൽ വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ദിസ് മൈ പേഴ്സണൽ തിങ്. കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. കുറേ ആൾക്കാർക്ക് വേറെ വേറെ അഭിപ്രായമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊക്കെ എനിക്ക് കിട്ടിയ കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെയല്ല. ഞാനും ഈ നറേറ്റീവൊക്കെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ യൂട്യൂബ് ചാനലേ തുടങ്ങില്ലായിരുന്നു. റൈറ്റ് ഫ്രം, കാരണം ഞാൻ വന്ന സമയം കോവിഡ് ടൈമാണ്. ഇവിടെ ഒന്നും തുറന്നിട്ടില്ല. പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോവിഡിൽ ഒന്നുമില്ല എന്നറിയാമല്ലോ. നമുക്ക് ജർമ്മൻ ഉണ്ടായിരുന്നില്ല, പാർട്ട് ടൈം ഉണ്ടായിരുന്നില്ല, മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോയി പഠിക്കാൻ കൂടി പറ്റില്ല. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയായിരുന്നു, ഇപ്പോൾ എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും. സോ ഒരു പെർഫെക്റ്റ് ടൈം എന്നുള്ളൊരു സാധനമില്ല. ഡോണ്ട് സ്റ്റോപ്പ് എന്നേ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ കണ്ടു വീഡിയോസ്, എനിക്ക് മനസ്സിലായി ആൾക്കാരുടെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ. കുറേ ആൾക്കാർ ഇവിടെ, അതിന് വഴികളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ എത്തും. സോ ഇപ്പോഴും ഞാനൊരു മോട്ടിവേഷൻ എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് പഠിക്കുക. ജർമ്മൻ നന്നായി പഠിച്ചിട്ട് ഇവിടെ വരിക. അത് നിങ്ങളെ എപ്പോഴും രക്ഷിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ജർമ്മൻ വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ്. ബേസിക്കലി നമ്മളിവിടെ മാസ്റ്റേഴ്സ് വന്ന് പഠിച്ചു, എന്താ പറയുക, ജോലി കയറി. ശരി, ഇനി ജോലി കയറിയിട്ട് ജോലി എങ്ങനെയുണ്ട്, വേർത്താണോ? നമ്മൾ നാടൊക്കെ ഞാൻ ഇവിടുത്തെ സേവിങ്സും സാലറീനെ കുറിച്ചൊരു വീഡിയോ ഇട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ തരാം. ഈ ഒരു പെർസ്പെക്റ്റീവ് നമ്മുടെ ജോലി എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വേർത്താണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അടുത്തത്, കാരണം ഈ ജോലി എന്ന് പറഞ്ഞ ഒരു സാധനം, ഈ 9 to 5 ജോബ്, സോ കോൾഡ് കോർപ്പറേറ്റ് ജോബ്, നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്തൊരു വലിയ ചങ്ക് ഓഫ് ലൈഫിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംഭവം എങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജോലി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ല ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റ് ആയിട്ടാണ്. നിങ്ങൾക്കറിയാലോ, ആൽസ്റ്റോം എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു കൺസൾട്ടൻ്റാണ്. ഞാനൊരു ഏജൻസിയാണ്. ബട്ട് മൈ പാരൻറ്റ് കമ്പനി, അല്ലെങ്കിൽ ഞാൻ മെയിൻ കമ്പനി എന്ന് പറഞ്ഞത് ആൽസ്റ്റോമാണ്. അപ്പോൾ ഓരോ കമ്പനിയായിട്ട് മാറും. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ആൽസ്റ്റോം എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമല്ല, ഞാൻ ഇൻറ്റേൺഷിപ്പ്, തീസിസ് ഇതെല്ലാം ഓരോരോ കമ്പനിയിൽ ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈമിന് പേരില്ല എന്നേ ഉള്ളൂ. ഏകദേശം വർക്കൊക്കെ നല്ല വർക്ക് തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരുടെയും എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ജനറലൈസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ, വലിയ ഡിഫറൻസ് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ നല്ല ഒരു വർക്ക് എക്സ്പീരിയൻസ്, എന്താ പറയുക, ഒരു വർക്ക് ലൈഫ് ബാലൻസ് തന്നെയാണ് ജർമ്മനിയിൽ. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കോൺഫിഡൻ്റ്ലി ഞാൻ പറയാം, നിങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പഠിച്ചൊരു ജോലി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർത്താണെന്ന് നിങ്ങൾക്ക് തോന്നും. പിന്നെ എനിക്ക് ഇന്ത്യൻ വർക്ക് കൾച്ചറായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക, ഇങ്ങനെ തന്നെ ആണോ ഇന്ത്യയിലും, വലിയ വ്യത്യാസമൊന്നും ഇല്ലയെന്ന്. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കത് ഒരിക്കലും
കേട്ട കാര്യങ്ങൾ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. സോ ഇതൊരു കമ്പാരിസൺ വീഡിയോ ഒന്നുമല്ല. ഇത് പ്യുവർലി ജർമ്മനിയിൽ ബേസ് ചെയ്തിട്ട് ജർമ്മൻ വർക്ക് കൾച്ചർ, വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അതന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നല്ല ഒരു വർക്കിംഗ് കൾച്ചർ തന്നെയാണ് ജർമ്മനിയിൽ. അത് പറയാൻ കാരണം എസ്പെഷ്യലി ഇപ്പോൾ ആൽസ്റ്റോം എന്ന് പറഞ്ഞ ഒരു ഫേമിൽ എല്ലാത്തിനും ഇറ്റ്സ് എ ഹ്യൂജ് ഫേം ദാറ്റ് എല്ലാത്തിനും ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പാർട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും, ബാക്കി എല്ലാ സപ്പോർട്ടിനും ആൾക്കാരുണ്ട്. അതാണ് ഒരു വലിയ ഫേമിൽ വർക്ക് ചെയ്യാനുള്ള ഗുണം. നിങ്ങൾക്ക് കുറേ പഠിക്കാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസാണ്. പൊതുവേ നമ്മൾ മാസ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കമ്പനിയിൽ ആദ്യമായിട്ടാണ് ഒരു ഫുൾ ടൈം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് തരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ക്വൈറ്റ് സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ റോളിൽ വന്നിട്ട് ആദ്യത്തെ ഒരു 2-3 മാസം മെല്ലെ അങ്ങോട്ട് പോയി കാര്യങ്ങൾ പഠിക്കാനും, അത് കഴിഞ്ഞ് ഒരു 3-4 മാസം ആകുമ്പോഴേക്കും തന്നെ നിറയെ റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് തരാൻ തുടങ്ങി. അതൊരു സോളിഡായിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ആണ്. സോ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളൊരു സംഭവമാണ്. തിയററ്റിക്കൽ സംഭവമല്ല. ജോലി പഠിക്കുക, ആൾക്കാരുടെ കയ്യിൽ നിന്ന് ജോലി പഠിക്കുക. അപ്പോൾ ജോലി എന്തായാലും ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഒരു ട്രെയിനിങ്ങോ ഒരു 3 മാസം നീ ട്രെയിനിങ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അങ്ങനെയല്ല. ഫസ്റ്റ് ഡേ തന്നെ പണി തുടങ്ങും. പിന്നെ മെല്ലെ മെല്ലെ ട്രെയിനിങ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. സോ അങ്ങനെയാണ് ഇവിടുത്തെ കൾച്ചർ. പിന്നെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് തരും. ഞാൻ തന്നെ ഒരു സമയത്ത് വിചാരിച്ചിട്ടുണ്ട്, അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും ഇപ്പം പഠിച്ചിറങ്ങിയ എന്നെ എന്ത് വിശ്വസിച്ച്, എസ്പെഷ്യലി ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ നമുക്ക് ആൾക്കാരുടെ ജീവിതം ബാധിക്കുന്ന ഒരു സംഭവമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അറിയാലോ, ഞാൻ ഇൻഡസ്ട്രിയൽ ക്വാളിറ്റി എന്നാണ് എൻ്റെ പൊസിഷൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഇപ്പോൾ ഒരു സാധനം പോയിട്ട് ഇൻസ്പെക്ട് ചെയ്ത്, സോ ഇൻസ്പെക്ഷൻ ഇസ് ഓൾസോ പാർട്ട് ഓഫ് മൈ വർക്ക്, ഡോക്യുമെൻറ്റേഷൻ്റെ കൂടെ. അപ്പോൾ ഞാനൊരു ട്രെയിനിൽ പോയിട്ട് ഈ സാധനം ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇത് ശരിയാണെന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്താൽ അത് അവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാനത് എൻ്റെ സീലുണ്ട് അവിടെ. അത് ഒരു പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അത് ഞാൻ മര്യാദയ്ക്ക് ചെക്ക് ചെയ്യാതെ പോയി സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര ആൾക്കാരുടെ ലൈഫ് ബാധിക്കുന്നൊരു സംഭവമാണ്. അപ്പം അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പണികൾ സിമ്പിളായിട്ട് എന്നെ വിശ്വസിച്ച് അവർ തരുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് പണി തുടങ്ങി. ഞാൻ ഫസ്റ്റ് ഏകദേശം ഒരാഴ്ചയായി എല്ലാ പരിപാടിയും ലാപ്ടോപ്പൊക്കെ കിട്ടാൻ. പക്ഷെ പഠിക്കാൻ തുടങ്ങി Day 1 തൊട്ട് തന്നെ, ആൾക്കാരുടെ കൂടെ പോയി പണി ചെയ്ത്. അത് കഴിഞ്ഞിട്ട് മെല്ലെ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ ചെയ്യുന്ന പണിയിൽ 2 പേരുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ മാത്രം, പിന്നെ പ്രൊജക്റ്റിൽ ഞാൻ മാത്രം. അവസാനമൊക്കെ ആയി വന്നപ്പോൾ ഫുൾ പ്രോജക്റ്റും മാനേജ് ചെയ്യണ പോലെയായി. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് ഫേസ്, ഇപ്പം എൻ്റെ ഒരു കൊല്ലം കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് കംപ്ലീറ്റ് പ്രോജക്റ്റ്, അതായത് ക്വാളിറ്റി സെക്ഷനാണ് ഞാൻ പറയുന്നത്. ഒരു പ്രൊജക്റ്റിൽ ക്വാളിറ്റി സെക്ഷനിൽ പണ്ട് 5 പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും വേറെ പ്രൊജക്റ്റിൽ പോയി. അപ്പോൾ ഈ അവസാനം ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇത് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുണ്ട്. ഇടയിൽ ഞാൻ അങ്ങനെ ഇത് നോക്കുമ്പോൾ ഒരു പ്രൊജക്റ്റ് ഫുൾ എങ്ങനെ ഞാൻ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ പ്രോഗ്രസീവായിട്ട് മെല്ലെ പോയി അവസാനം നമ്മൾ തന്നെ അത് ചെയ്യാൻ തുടങ്ങും. അത്രയും ട്രസ്റ്റാണ് അവർക്ക്. ഞാൻ പറഞ്ഞു വന്നത്, അത്രയും ട്രസ്റ്റാണ് ഈ ജർമ്മൻ പൊതുവേ എന്താ പറയുക, ആൾക്കാർക്ക് നമ്മുടെ മുകളിൽ. ഇപ്പോൾ എൻ്റെ മാനേജറായാലും മൈക്രോ മാനേജിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, നിങ്ങളുടെ മാനേജേഴ്സ് ജർമ്മൻസ് ആണെങ്കിൽ മൈക്രോ മാനേജിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. അതായത് ഇന്നേ വരെ എൻ്റെ അടുത്ത് ഉറപ്പായിട്ടും ഇങ്ങനെ ചോദിക്കും എൻ്റെ പ്രോഗ്രസ് എങ്ങനെയായിരുന്നു. അല്ലാതെ ചുമ്മാ നമ്മളെ പിടിച്ച് എനിക്കൊരു സമയത്ത് ഞാൻ തോന്നാറുണ്ട്, എൻ്റെ വീട്ടുകാരത്തും പറഞ്ഞു, എന്നെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ പണി തീർക്കുന്ന അവർക്കൊരു ഉറപ്പുണ്ട്, അത്രേ ഉള്ളൂ. അല്ല നീ ആദ്യം ചെയ്തത്. ഇപ്പോൾ ബേസിക്കലി ഞാനാണ് ഡിസൈൻ ചെയ്യുന്നത്, ഞാൻ എങ്ങനെ പണി ചെയ്യും, എന്താണ് പ്രയോറിറ്റി. ചിലപ്പോൾ എനിക്ക് വേറെ കുറേ സാധനങ്ങൾ വരും എൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള പരിപാടിയൊക്കെ നമ്മളാണ് ഫുൾ കൺട്രോൾ എടുക്കുന്നത്. ആരും നമ്മളെ ഇത് ചെയ്യുക അത് ചെയ്യുക,
ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വർക്ക് ഉണ്ടാവണം എന്നില്ല ആക്റ്റീവായിട്ട്. അപ്പം നമ്മൾ തന്നെ പ്രോ ആക്റ്റീവായിട്ട് എന്താ നമുക്ക് ചെയ്യാനുള്ളതെന്നെല്ലാം. സോ ഒരു ഫുൾ ഇൻഡിപെൻഡൻറ്റ് വർക്ക് തന്നെയാണ് ഇവിടെ. സ്പൂൺ ഫീഡ് ആരും പ്രതീക്ഷിക്കരുത്. അതിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ആണെങ്കിലും ശരി, തീസിസ് ആണെങ്കിലും ശരി, പ്രത്യേകിച്ച് ഫുൾ ടൈം. കാരണം ഇവരുടെ കൾച്ചർ ചെറുപ്പം തൊട്ടേ ഇവരങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്ത് നമ്മൾ എന്താ പറയുക പഠിക്കാൻ ശീലിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്തു നിന്നും അവരതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു ജോലിയിൽ ഇപ്പോൾ ഒരു പൊസിഷനിൽ പോയാൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും ആദ്യം പോയപ്പോൾ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷെ നമുക്ക് ആ പഠിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടായാൽ മതി, അതാണ് ഞാൻ പറയാൻ വന്നത്. സോ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ നല്ല റെസ്പോൺസിബിലിറ്റീസ് അവർ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു കൾച്ചറാണ് ജർമ്മനിയിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു. രണ്ടാമത് പറയാനുള്ളത് ടൈമിംഗ് ആണ്. പക്ക എന്താ പറയുക ടൈമിംഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ്, ഞാനും കുറേ കണ്ടിട്ടുണ്ട്. എന്ത് തലപോകുന്ന പരിപാടിയാണെങ്കിലും നമ്മുടെ ടൈം ഉണ്ടല്ലോ, ആ ടൈമിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ബൈ ദ വേ സാറ്റർഡേ സൺഡേ ഒന്നും വർക്കില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യും. അത് നമ്മൾ എന്താ പറയുക വോളണ്ടറിയാണ്. അപ്പോൾ ഒരിക്കലും ചെയ്യണം എന്നില്ല. റെയർലി അങ്ങനെ ചോദിക്കാറുള്ളൂ. രണ്ടാമത് എക്സ്ട്രാ ടൈം ചെയ്യണം എന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ടൈം 6:45 to 3 മണി വരെയാണ്. ഞാൻ തന്നെ ചില സമയത്ത് കുറച്ച് എക്സ്ട്രാ നിന്നാലേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കസ്റ്റമേഴ്സൊക്കെ വരികയാണ്, അവരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ലേറ്റാവും. ചിലപ്പോൾ 1 മണിക്കൂറോ 3/4 മണിക്കൂറോ ലേറ്റാവും എന്നല്ലാതെ എന്ത് തല പോകുന്ന പരിപാടിയാണെങ്കിലും ആരും നിങ്ങളെ ടീംസിലോ, അല്ലെങ്കിൽ എനിക്കൊരു വർക്ക് ഫോണേ ഇല്ല ആക്ച്വലി. ഓക്കെ, സോ ടീംസിൽ ഇപ്പോൾ വിളിക്കുകയാണെന്ന് വെച്ചാലും ആരും നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല. സാറ്റർഡേ സൺഡേ ഡിസ്റ്റർബ് ചെയ്യില്ല. നിങ്ങളുടെ സ്ട്രിക്റ്റ് വർക്കിംഗ് അവേഴ്സിൻ്റെ മുകളിൽ നിങ്ങൾ ആരും കമ്പലും ചെയ്യില്ല. അതാരാണെങ്കിലും, എൻ്റെ മാനേജറാണെങ്കിലും മാനേജറുടെ ഹെഡാണെങ്കിലും ആരും നിങ്ങളെ കമ്പൽ ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്കറിയില്ല എത്ര കൺട്രീസിൽ ഇത് ഇത്ര സ്ട്രിക്റ്റായിട്ട് എന്താ പറയുക ആൾക്കാരുടെ ലൈഫിന് വാല്യൂ ചെയ്തിട്ട് എത്ര ഓഫീസിൽ ഇതേപോലെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ 3 to അല്ലെങ്കിൽ 6:45 to 3 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ടൈമാണ്. ഓക്കെ, എക്സ്ട്രാ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ദ ടൈം ഈസ് വെരി ഫ്ലെക്സിബിൾ. അതായത് ഒരാഴ്ച എനിക്ക് ഇത്ര സമയം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം 9 മണിയായി എന്ന് വെക്കുക, കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിനനുസരിച്ച് അടുത്ത ദിവസം ഈ മാസം ആകുമ്പോഴേക്കും എക്സ്ട്രാ 2 മണിക്കൂർ. അപ്പോൾ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ് ഇത്. ഓരോരോ കമ്പനി അനുസരിച്ച് മാറും. പക്ഷേ പൊതുവേ ഇപ്പോൾ നമ്മളൊരു എൻജിനീയറിംഗ് ഫീൽഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മീറ്റിംഗ് ഉണ്ടാവുമായിരിക്കും. ആ മീറ്റിംഗ് എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന്. അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പൽസറിയായി ഈ ടൈമിൽ വരണം, ഈ ടൈമിൽ പോകണം എന്നൊന്നുമില്ല. വീക്ക്ലി നിങ്ങളുടെ പരിപാടികൾ വീക്ക്ലി ഇത്ര അവേഴ്സ് നിങ്ങൾ എന്താ പറയുക ഫുൾഫിൽ ചെയ്താൽ മതി. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പരിപാടി. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് അറിയാലോ, ഈ വർക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് കഴിഞ്ഞിട്ടേ വർക്കുള്ളൂ. അല്ലാതെ എന്താ പറയുക ആൾക്കാർക്ക് അവരുടെ വെക്കേഷൻ റെസ്പെക്റ്റ് ചെയ്യും, അവരുടെ വീക്കെൻഡ്സിനെ റെസ്പെക്റ്റ് ചെയ്യും, അവരുടെ ടൈമിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചറാണ് ഇവിടെ. അതുകൊണ്ട് എന്ത് തന്നെ പണിയാണെങ്കിലും അവർ അത് വിട്ട് കളിയില്ല. ഇപ്പോൾ ഫാമിലി ടൈം ആണെങ്കിലും. അത് പറഞ്ഞപ്പോഴാണ് അടുത്തൊരു പോയിന്റിലേക്ക് വരുന്നത്. നമ്മുടെ വെക്കേഷനൊക്കെ ഉണ്ടല്ലോ, ഇവിടെ 30 ദിവസമാണ് നമുക്ക് വെക്കേഷൻ ഉള്ളത്. അത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നേരത്തെ എഴുതി കൊടുക്കണം. എല്ലാ വർഷവും കഴിയുന്ന മുമ്പ് അടുത്ത വർഷത്തിൻ്റെ എഴുതണം. അതിനനുസരിച്ച് അവർക്ക് പ്ലാൻ ചെയ്യാനുള്ളതാണ്. നമ്മുടെ കമ്പനിയിൽ അങ്ങനെയാണ്, മേ ബി അത് വേറെ. പക്ഷെ അത് 30 ദിവസം എടുത്തേ പറ്റൂ. അപ്പോൾ വെക്കേഷൻ ടൈമിലും നമുക്ക് ഒരുപോലെ, അതിപ്പോൾ ഇന്ത്യയിൽ എനിക്ക് അത് തന്നെയാണ് തോന്നുന്നു. പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നാളെ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് വയ്ക്കുക. അതായത് ഞാനിത് കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഇപ്പോൾ കൂട്ടുകാരന്മാരും എല്ലാവരും. ഒരു എമർജൻസി വന്നു, നമുക്ക് നാളെ തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ നാട്ടിൽ പോകണമെങ്കിൽ നമുക്ക് മാനേജറോട് പോയി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ നോ എന്ന് പറയില്ല. എമർജൻസി സിറ്റുവേഷൻസിന് അവരത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. ഇതൊരു വലിയ കാര്യമാണ്. കാരണം എല്ലാവരും പറയും നമ്മൾ പുറത്തു പോയിട്ട്, നിങ്ങൾ പുറത്തു പോയി നിൽക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും ആയാൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന്. പക്ഷേ ഞാൻ കണ്ടിരിക്കുന്നത് പുറത്തുള്ള ആൾക്കാർ ഒരു 24 മണിക്കൂർ എടുത്താണെങ്കിലും എത്തും. ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യുന്ന ബോംബെയിലോ ബാംഗ്ലൂരിലോ ഉള്ള ആൾക്കാർക്ക് ലീവ് കിട്ടാറില്ല. അപ്പോൾ ആ ഒരു വാദം പറയണ്ട. എനിക്ക് മനസ്സിലായി അടുത്ത് തന്നെയാണെന്ന്. പക്ഷേ ഇതെത്ര നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. താഴെ കമൻറ്റ് ചെയ്യുക. അതായത് നമുക്കൊരു എമർജൻസി എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ലീവ് ടേന്ന് കിട്ടും. ആരടുത്തും പോയി ചോദിച്ച് ഒരാഴ്ച മുമ്പേ ചോദിച്ച് ഇന്ന് ഞാൻ മാനേജർ അടുത്ത് പറയുകയാണ് നാളെ എനിക്കൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് സാങ്ഷനായി അടുത്ത ഒരാഴ്ചയ്ക്ക്. അത് എത്ര കൺട്രീസിൽ ഇതുപോലെ കിട്ടും എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ കണ്ടതിൽ വളരെ ഒരു എന്താ പറയുക സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ അത്രയും അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ. പിന്നെ ഞാൻ പറയുന്നത് ഈ ഹൈറാർക്കിയാണ്. അത് ഉറപ്പായിട്ടും ഉണ്ട്, നമ്മുടെ മാനേജറുടെ മാനേജർ. പക്ഷേ എന്ത് കാര്യവും സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അവരോട് പറയാനുള്ള ഒരു എന്താ പറയുക മൈൻഡ് ഉണ്ട് അവർക്ക്. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിൻ്റെ ഹെഡ് അവരുടെ അടുത്തൊക്കെ ധൈര്യമായിട്ട് ടീംസിൽ നമുക്ക് ഒരു കോൾ ചെയ്തിട്ട് ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് പറയാനുള്ള ഒരു സ്കോപ്പുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഞാനൊരു ദിവസം ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നമ്മുടെ പ്ലാന്റ് ഹെഡ് പുതിയൊരാൾ അപ്പോഴാണ് വന്നിരിക്കുന്നത്. ആൾ വന്നിട്ട് പറഞ്ഞു ഞാൻ അത് മാറ്റും ഇത് മാറ്റുന്നു. അപ്പോൾ അവിടെ ആ നിൽക്കുന്ന കൂട്ടത്തിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്തു, നിങ്ങളിങ്ങനെ ഓരോ ആൾക്കാർ വന്ന് ഇങ്ങനെ ഓരോ വീരവാദമൊക്കെ ഇറക്കും, എന്നിട്ട് എന്താ കാര്യം, ഞങ്ങളുടെ പരിപാടികളൊന്നും ആരും കേൾക്കാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഷോക്കായി. കാരണം എത്ര കൺട്രീസിൽ അങ്ങനെ ഒരു പ്ലാന്റ് ഹെഡിനോട് ഒരാൾ സംസാരിക്കും ഇങ്ങനെ. അത് വളരെ മെച്യൂർഡായിട്ട് അയാളത് ഹാൻഡിൽ ചെയ്തു. രണ്ടുപേരും നല്ലൊരു ഡിസ്കഷൻ പോയിട്ട് അവസാനം അവർ കൈ കൊടുത്ത് പിരിഞ്ഞു. മനസ്സിലായി, അതൊരു വലിയ ഈഗോ ക്ലാഷ് ഒന്നും ആവാതെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു സംഭവം തോന്നി. അപ്പോൾ അത്രയ്ക്ക് ഒരു ട്രാൻസ്പാരൻസിയും ആ ഒരു ഇവിടെ ആരാണെങ്കിലും അവരായിട്ടുള്ളൊരു ഡ്യൂ റെസ്പെക്റ്റ്, എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട്. ആര് മുകളിലാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവുമായിരിക്കും, മനുഷ്യന്മാരായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കൂടി ജനറലി ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. ആൾക്കാർ താഴെയാണെന്നോ മുകളിലാണോ എന്നുള്ളൊരു പരിപാടികൾ ഇവിടെ ആരും കാണിക്കാൻ യൂഷ്വലി ഇല്ല. പിന്നെ എല്ലാ കമ്പനിയിലുള്ള പോലെ കമ്പനി പൊളിറ്റിക്സും ഫേവറിറ്റിസവും അതൊക്കെ എല്ലാവിടെയും ഉണ്ട്. അതൊന്നും ഇല്ലാത്ത ഒരു കമ്പനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എവിഡൻ്റ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റില്ല. ഇങ്ങനത്തെ നീ മുകളിലാണ് ഞാൻ താഴെയാണ് എന്നുള്ളൊരു കൾച്ചർ ഇവിടെ ഇല്ല. എല്ലാവരും ഒരുമിച്ച് നമ്മളൊരു വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പേഴ്സണലായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിൽ അങ്ങനത്തെ പരിപാടികളും ഒരു ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അത് വേറെ കാര്യം. അത് ഞാൻ പറഞ്ഞല്ലോ, അതില്ലാത്തൊരു സംഭവം ഇല്ല. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇവിടുത്തെ ഈ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അത് കവർ ചെയ്തു എന്ന്. ടൈമിന് ഇമ്പോർട്ടൻസ്, ഞാനൊരു സമ്മറി ആയിട്ടൊരു കാര്യം പറയാം. ഇതൊക്കെ തന്നെയാണ്, നമുക്ക് നല്ല ഒരു ടൈം റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്കൊരു ലൈഫ് ഉണ്ട് എന്ന് റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ടൈമിൻ്റെ മുകളിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു വലിയ കാര്യമാണ്. അടുത്തത് ഒരു എമർജൻസി ലീവ് വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അതിൽ യാതൊരു പ്രശ്നവുമില്ല. പൊതുവേ ഹോളിഡേയ്സും നമുക്ക് അറ്റ്ലീസ്റ്റ് 25 to 30 ഡേയ്സ് വെക്കേഷൻ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് തരുന്ന റെസ്പോൺസിബിലിറ്റീസാണ് ഒരു ഇൻവാല്യുബിൾ എക്സ്പീരിയൻസ് ആണ് ഇവിടെ. നമ്മൾ അത്രയും ലീഡ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഒരു പ്രൊജക്റ്റ് നമ്മളെ വിശ്വസിച്ച് തരും. മൈക്രോ മാനേജിങ് ഇല്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്കൊരു അസൈൻ ചെയ്തിട്ട് നമ്മളിത് തീർക്കണം. സോ റിസൾട്ട് തന്നെയാണ് പരിപാടി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ട്രാൻസ്പാരൻസി, കമ്മ്യൂണിക്കേഷനിലുള്ള ആ ഒരു ഇതില്ല. ഓയ്യോ മുകളിലുള്ള ആളാണ്, ഹെഡിൻ്റെ ഹെഡ്, അയാളെങ്ങനെ കോൺടാക്ട് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. ഡയറക്റ്റ് ടീംസിൽ നമുക്ക് വിളിക്കാം. അയാളെ ആരാണെങ്കിലും ശരി, ഏത് കൊമ്പനാണെങ്കിലും ടീംസിൽ വിളിച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. ആ ഒരു പ്രശ്നമേ ഇല്ല. അതൊരു നല്ല കാര്യമാണ്. കാരണം ഒരു ഓർഗനൈസേഷൻ പറയുമ്പോൾ ഹൈറാർക്കിയിൽ കുറേ ആൾക്കാരുണ്ടാവും മുകളിലൊക്കെ. പക്ഷെ അവരൊക്കെ റീച്ച് ചെയ്യാൻ അത്രയും സിമ്പിളാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്, അത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതൊരു നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ വന്നത്, നൗ ഐ എം കണക്റ്റിംഗ് ദീസ് ടു ദ ഫസ്റ്റ് പോയിൻറ്റ്സ്. നിങ്ങൾ കഷ്ടപ്പെട്ട് ജർമ്മനിയിൽ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേർത്താണോ ചോദിച്ചാൽ ഉറപ്പായിട്ടും വേർത്താണ്. പിന്നെ ജോബ് സെക്യൂരിറ്റി പരിപാടി, ജോലി പോയേക്കാം, അതൊക്കെ സമ്മതിച്ചു. അതാ പറഞ്ഞത്, ഇതൊക്കെ എല്ലാവിടെയും ഉണ്ട്. അതിപ്പോൾ ജർമ്മനി മാത്രമല്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പോയാലും ജോലി പോവുക, ലേ ഓഫ് വരുന്നുണ്ട്, ആ പരിപാടികളൊക്കെ എല്ലാവിടെയും ഉണ്ട്. നിങ്ങൾ ഏത് കൺട്രിയിൽ പോയാലും ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പം അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഞാനത് കണക്ട് ചെയ്യാൻ കാരണം, ഇപ്പോൾ നിങ്ങൾ ജർമ്മനിയിൽ വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഗോ ഫോർ ഇറ്റ്.
നിങ്ങൾ പാസ് ഔട്ട് ആവുന്നത് അടുത്ത 2-3 കൊല്ലത്തിലായിരിക്കും, 4 കൊല്ലത്തിലായിരിക്കും. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഗവൺമെൻറ് മാറാം, എല്ലാം മാറാം, കുറേ ചേഞ്ചസ് വരും. അപ്പോൾ ആ ഒരു നറേറ്റീവിൽ എനിക്കറിയാം ഇതെല്ലാം സത്യമാണ്, ഇങ്ങനെ ചുമ്മാ ആൾക്കാർ പറയല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, ഈ ഒരു നറേറ്റീവിൽ മുഴുകിപ്പോയി നമ്മുടെ ഡ്രീംസിനെ വേണ്ട വെച്ചിട്ട് ചെയ്യരുത്. ഞാനിതിവിടെ കുറേ കാണാറുണ്ട്. ഇവിടെയും ഇപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. എൻ്റെ 2 കൂട്ടുകാരാണ് കേട്ടോ, A, B എന്ന് വയ്ക്കാം. A കൂട്ടുകാരി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ നീ എന്താണ്, എങ്ങനെയാടാ നീ അപ്ലൈ ചെയ്യണത്? ഞാൻ പറഞ്ഞു, ഞാൻ ഡെയിലി ഇഷ്ടംപോലെ അപ്ലിക്കേഷൻസ് അയക്കും. ഡെയിലി ഒരു 25-30 അപ്ലിക്കേഷൻ അയക്കും. അങ്ങനെ കവർ ലെറ്റർ അതൊക്കെ ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് ChatGPT നോക്കി മാറ്റാറൊന്നുമില്ല. ഏകദേശം ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പറയുന്ന അഡ്വൈസ് തന്നെയാണ്, ലൈക്ക് അഡ്വൈസ് അല്ല, ഒരു സജഷൻ. B എന്നുള്ള ആൾ പറഞ്ഞു, എടാ മാർക്കറ്റ് ഇപ്പോൾ ശരിയില്ല, ഞാനേ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ എടുക്കാനാണ് എൻ്റെ താല്പര്യം. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് എന്തായാലും കാര്യമില്ല, കാരണം റിപ്ലൈ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് വർക്കിംഗ് സ്റ്റുഡൻറ്റ് ഒരു അതായത് ഓൾറെഡി മാസ്റ്റേഴ്സ് കഴിഞ്ഞു, വേറൊരു യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് എടുത്തിട്ട് വർക്കിംഗ് സ്റ്റുഡൻറ്റ് ചെയ്യാന്നുള്ളത്. തെറ്റ് പറയുന്നില്ല, ബട്ട് യു നീഡ് ടു ട്രൈ. ഞാൻ 2പേരുടെ മൈൻഡ് സെറ്റ് പറയാണ്. 2 പേരെ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് കേട്ടോ. കുറച്ച് സമയമായി. ഈ A എന്ന് പറഞ്ഞ ആൾ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ, കിട്ടാറായി ഏകദേശം ഒരു ജോലി. കാരണം ഇൻ്റർവ്യൂ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് സൈൻ. നാളെ എനിക്കൊരു കോൾ വന്നു, എനിക്കിതേപോലെ ഒരു ജോലി കിട്ടി, ഈ ഒക്ടോബർ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ. ഈ B എന്ന് പറഞ്ഞ ആൾ, ഷീ വാസ് ഓൾസോ ഗുഡ്, ഷീ ഗോട്ട് എ വർക്കിംഗ് സ്റ്റുഡൻറ്റ് സംഭവം. പക്ഷെ ഇതിൽ എന്താ വ്യത്യാസം? 2 പേരെയും ടാർഗറ്റ് വ്യത്യാസമായിരുന്നു. ഒരാൾ ജോലി പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് ടാർഗറ്റ് ചെയ്തു, ജോലി കിട്ടി. വേറൊരാൾ ജോലിക്ക് ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് സ്വയം വിശ്വസിച്ച് വർക്കിംഗ് സ്റ്റുഡൻറ്റ് ചെയ്തു, വർക്കിംഗ് സ്റ്റുഡൻറ്റ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് ആ നറേറ്റീവിൽ നിങ്ങൾ മുഴുകിപ്പോയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത്, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ വരാതിരിക്കരുത്. നമുക്കറിയില്ല എല്ലാത്തിനും. ഇപ്പോൾ നമ്മൾ ബാങ്കിന് ട്രൈ ചെയ്യണം, കുറേ പേര് നാട്ടിൽ, എല്ലാവർക്കും കിട്ടുന്ന ഉറപ്പായിട്ടാണോ എല്ലാവരും ചെയ്യുന്നത്? അല്ല, ഒരു ട്രൈ ചെയ്യുക. ഒരു ഗവൺമെൻറ് ബാങ്കിൽ കിട്ടിയില്ലെങ്കിൽ നാളെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിന് നിങ്ങൾക്കൊരു പ്രൈവറ്റ് ബാങ്കിൽ നല്ലൊരു പൊസിഷൻ കിട്ടുമായിരിക്കും. അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ എൻഡ് ഗോൾ. ഓഫ് കോഴ്സ് എൻഡ് ഗോൾ ഉണ്ട്. ഐ തിങ്ക് യു ഷുഡ് ട്രൈ ടു എൻജോയ് ദ പ്രോസസ്സ്. ഇതെല്ലാം ഞാനിപ്പോൾ ഇവിടെ ആൽസ്റ്റോമിൽ ജോലി കിട്ടുമെന്ന് എനിക്ക് 5 കൊല്ലം മുമ്പേ അറിയോ? ഇല്ല. എനിക്കിവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് എനിക്ക് 5 കൊല്ലം മുമ്പ് അറിയോ? ഇല്ല. ഇതെല്ലാം ഒരു വിശ്വാസത്തിൽ ആ ഒരു ജേണി അങ്ങനെ പോയി. ഇവിടെ എത്താൻ ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് ഇവിടെ വന്നതാണോ? അല്ല. എനിക്ക് ഈ യൂണിവേഴ്സിറ്റി കിട്ടുന്ന പ്ലാൻ ചെയ്താണോ? അല്ല. ഇൻഫാക്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് KTU എന്ന് ഈ ഒരു കോഴ്സിൽ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ മിറക്കിൾ ആൻഡ് ഇറ്റ്സ് എന്താ പറയുക, ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഇയാൾ പറയണമെന്ന് പറയുക, അതല്ല. ആ ഒരു പ്രോസസ്സിനെ വിശ്വസിക്കുക, ട്രസ്റ്റ് ദ പ്രോസസ്സ് ആൻഡ് അതിലിങ്ങനെ വരിക, ആ സിങ്കായിട്ട് ഇങ്ങനെ വരിക, അത്രേ ഉള്ളൂ. അല്ലാതെ മാർക്കറ്റ് കണ്ടീഷൻസ് ആ ഒരു നറേറ്റീവിൽ ഇങ്ങനെ മുഴുകിയിട്ട് ഡ്രീംസ് വേണ്ടാതാക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ചയും ഞാൻ എന്താ പറയുക ഇതേപോലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരയ്ക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു നോ മൈ മെയിൽ ID bisapmoney@gmail.com. ദാറ്റ്സ് മൈ ഒഫീഷ്യൽ മെയിൽ ID. എല്ലാത്തിനും ആ മെയിൽ തന്നെയാണ് ആക്ച്വലി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഞാൻ ഇല്ല, കിട്ടിയിട്ടില്ല, ബട്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ അതുകൊണ്ട് മെയിൽ തന്നെ അയയ്ക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് കമൻ്റായിട്ട് ഇട്ടാലും മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് അതാണ്, നിങ്ങൾക്ക് ഇതിന്നൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുറേ പേരെ ഈ വീഡിയോ മോട്ടിവേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു എയിം എന്താ വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ജർമ്മനിക്ക് വരാൻ ഉദ്ദേശിക്കുന്ന 2-3 കുട്ടികളുടെ ഒരു ഇത് വരട്ടെ, അതായത് ഒരു കോൺഫിഡൻസ് വന്ന് അവരിവിടെ വന്ന് മേ ബി ഒരു 4-5 വർഷം കഴിഞ്ഞ് നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യും, ബ്രോ നിങ്ങളെ വിശ്വസിച്ച് ഞാൻ അന്ന് ചെയ്തു, ഇന്ന് എനിക്ക് ജോലി കിട്ടി എന്നുള്ള രീതിയിൽ, ഓർ ഹൗ ഇസ് ദ പ്രോസസ്സ് എന്നുള്ളത്. എല്ലാവർക്കും കിട്ടും, എല്ലാവരും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ പ്രോസസ്സിനെ എൻജോയ് ചെയ്യുക. നിങ്ങൾ ഇവിടെ വന്ന് ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് ആവില്ല. കാരണം നിങ്ങളുടെ ലൈഫ് ലെസൺസ് ആണെങ്കിലും എന്താണെങ്കിലും. അത്രയും എനിക്ക് പറയാനുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അൺടിൽ ദെൻ, ദിസ് ഇസ് ബൈസപ്പ് മണി സൈനിങ് ഓഫ്. ബൈ.